അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഒരു കട്ടിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഒരു ഗൗണ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഒരു മോഡൽ ഗൗണാണ്. പലമാതിരി മോഡൽ ഗൗൺ ഞാൻ അടിക്കലുണ്ട്, സ്റ്റിച്ച് ചെയ്യലും കട്ട് ചെയ്യലുണ്ട്. ഇത് ഒരു വേറെ തന്നെ ഒരു മോഡൽ. അധികം ഇവിടെ രണ്ട് ഷോൾഡറിൻ്റെ അടുത്ത് ഇതുപോലെ രണ്ട് പ്ലീറ്റ്സ്, അതുപോലെ തന്നെ അരഭാഗവും രണ്ട് പ്ലീറ്റ്സ് വെച്ചിട്ട് അരേൻ്റെ അടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ലേസ് വെച്ച് കൊടുക്കും. അതുപോലെ തന്നെ നെക്കിൻ്റെ അടുത്തും കൈ ബെൽ കൈയാണ്, സ്ലീവിന് ലേസ് വെച്ചിട്ട്. പിന്നെ ബാക്ക് സാധാ ഒന്നുമില്ല, പ്ലെയിൻ സാധാ പോലെ. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് വണ്ണമുള്ള ആൾക്കെല്ലാം ഇപ്പോൾ അധികം ഗൗൺ ഇടുമ്പോൾ ഒരുപാട് തടി തോന്നിക്കും. അതുകൊണ്ട് നമുക്ക് ഗൗൺ ഇടാൻ പറ്റൂല എന്ന് വിഷമിക്കുന്ന ആൾക്കെല്ലാം ഇങ്ങനെയുള്ള ഗൗണാകുമ്പോൾ അധികം വണ്ണം തോന്നില്ല, എന്നാലും അതൊരു ഗൗണ് പോലെ മോഡലാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള ഗൗൺ അടിച്ചാൽ വണ്ണമുള്ളാക്കും. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തതാണ്. ഇവരുടെ ഡ്രസ് കോഡാണ്. അപ്പോൾ 3 എണ്ണം ഇതുപോലത്തെ കളറ് മാറ്റും. മൂന്ന് കളറിൽ 3 ആക്കുള്ളതാണിത്. അതിൽ ഒരെണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്തത് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൈയാണിത്. കൈ ഇതുപോലെ തന്നെ ബെൽറ്റ്. ഇതിൻ്റെ ബാക്ക് ഇതാ പ്ലേറ്റ്. ഇതൊരു 10ാം ക്ലാസ് +1 അങ്ങനെയെല്ലാം പഠിക്കുന്ന കുട്ടികളതാണ്. ഇതൊരാളത്. ഇതുപോലത്തെ 4 തുണിയിൽ, ഇതുപോലത്തെ 4 തുണിയിലും അതുപോലത്തെ 3 തുണിയിലും, അങ്ങനെ 7 ഗൗണാണ് എനിക്ക് കല്യാണത്തിൻ്റെ ഓർഡർ കിട്ടിയത്. ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ഇതുപോലെ പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തത്. ഇതിൻ്റെ കൈ ഇതാണ് കൈക്ക്. അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഈ തുണി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ തുണിയിലാണ് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും 2 പാർട്ടായിട്ട് ഇടാം. ഒരു വീഡിയോയിൽ കട്ടിങ്ങും ഒരു വീഡിയോയിൽ സ്റ്റിച്ചിങ്ങും. കാരണം രണ്ടും ഒരുമിച്ചിട്ടാൽ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോകും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അളവ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ അളവെടുത്തതാണിത്. ഇത് അളവെടുത്തത് ലെങ്ത്ത് 57, ചെസ്റ്റ്, വേസ്റ്റ്, നെക്ക്, കൈക്കുഴി, കൈ നീളം, കൈൻ്റെ ലൂസ്, ഷോൾഡർ, പിന്നെ ചുറ്റളവ്, ബോഡി നീളം, പിന്നെ ബാക്കിൻ്റെ താഴ് അതേ അളവിന് ഞാൻ ഫ്രണ്ടിന് വരിക. ഇതെല്ലാം നമ്മൾ ആദ്യം ഒരു നോട്ട് ബുക്കിൽ ഏത് ബുക്കിലാണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി വെക്കാം. ബാക്ക് കഴുത്ത് ഇറക്കം എത്ര ഇഞ്ചാണെന്ന് വെച്ചാൽ അതെല്ലാം എഴുതി വെച്ച് ഞാൻ ഇതുപോലെ ഓരോരാൾക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ തുണിയിട്ട് ഇതുപോലെ പീസ് പിൻ ചെയ്യും. എന്നിട്ട് അവരുടെ പേരും ഫോൺ നമ്പറും ഇവിടെ എഴുതും. എന്നാൽ പിന്നെ ഇനി അവർ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് ഈ അളവ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അളവില്ലെങ്കിലും നമുക്കവർക്ക് തയ്ച്ചു കൊടുക്കാം. അതുപോലെ തന്നെയാണ് പല കളറിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ഇതൊരു കളറിൽ സ്റ്റിച്ച് ചെയ്ത്, 2 കളറിൽ സ്റ്റിച്ച് ചെയ്ത്, ഇനി ഈ കളറിലും കൂടി സ്റ്റിച്ച് ചെയ്യാൻ ബാക്കിയുള്ളൂ. ആ വീഡിയോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് ആദ്യം ബാക്കും ഫ്രണ്ടും വേറെ തന്നെ കട്ട് ചെയ്യണം. കാരണം ബാക്കിന് പ്ലീറ്റ് ഇല്ല, ഫ്രണ്ടിന് പ്ലീറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബാക്ക് പീസ് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 57 ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. 57ന് 59 ലെങ്ത്ത് വെക്കാം. 2 ഇഞ്ച് അധികം വെക്കണം. കാരണം ഷോൾഡറിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ബാക്കിയുള്ളത് താവൊന്ന് ജസ്റ്റ് വീതിയിൽ തന്നെ മടക്കി വെച്ച് കൊടുക്കാം. ബാക്കിൻ്റെ കഴുത്ത്, നെക്കിൻ്റെ ഇറക്കം 2.5 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. നെക്കിൻ്റെ വീതി വരുന്നത് 6ആണ്. 6ൻ്റെ പകുതി 3. അപ്പോൾ 3ന് 2.25 ഇവിടെ വെക്കുന്നുണ്ട്. 4 ഇഞ്ച് നെക്ക് കുറച്ചിട്ടാണ് വീതി നമ്മൾ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് റൗണ്ടാക്കി എടുക്കുക. അതിനുശേഷം ഷോൾഡർ ഈ നെക്കിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് 4.5 വരേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് കൊടുക്കും. പിന്നെ തുണി 5 ഇഞ്ചായിട്ട് ഇതാ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് ഇങ്ങനെ വരും. അതിന് ശേഷം 1/2 ഇഞ്ച് ഷോൾഡർ ഒന്ന് ചെരിച്ച് കൊടുക്കുക. ഷോൾഡർ ഒന്ന് ചെരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതാ ഈ ഷോൾഡറും കഴുത്ത് അടക്കം ഇത് വെച്ചത് ഇപ്പോൾ 7.25 ആ അളവിൽ തന്നെ കുറച്ച് ഇങ്ങോട്ട് നമുക്ക് 7.25 കൈക്കുഴിയാണ് വെച്ചെടുക്കുക. കൈക്കുഴി അതുകൊണ്ട് നമുക്ക് ഇതാ വളയാണ്ട് നല്ല ലെവലിൽ കിട്ടും. കൈക്കുഴി 7 ഇഞ്ചാണ്. 7 ഇഞ്ച് നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വെച്ചെടുക്കും. ഇനി ഇവരെ ചെസ്റ്റ് 23ആണ്. 23ന് 11.5, 11.5ക്ക് 12.5, 13, 1.5 ഇഞ്ചാണ് അധികം വെക്കുക. 13. വേസ്റ്റ് വരുന്നത് 19, 9.5, 9.5ക്ക് 10.5, 11.
1.5 ഇഞ്ച് തുന്നത്തുണി വെക്കും. അവിടെ നിന്ന് ചെരിച്ച് വരണം കൊടുക്കും. ഈ ടോപ്പ് ഞാൻ മുറിക്കുന്ന കട്ടിങ്ങെല്ലാം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ബാക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ കൈക്കുഴിൻ്റെ ഈ നമ്മൾ സ്ക്വയർ വരുന്ന ഭാഗത്തു നിന്ന് മേലേക്ക് 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് റൗണ്ട് ഷേപ്പ് കൈക്കുഴിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ താഴ് വീതി എന്ന് പറയുന്നത് സ്ലിറ്റ് ഇല്ലാത്തതാണല്ലോ, താഴ് ഗൗണാണല്ലോ. അപ്പോൾ ഇടുക്കിൻ്റെ ഫ്ലെയർ വരുന്നത് ഒരു ഭാഗം 17ആണ്. 17ന് നമുക്ക് 18.5 വെക്കാം. 1.5 ഇഞ്ചിന് അധികം വെക്കും. ഉള്ളിൽ കുറച്ച് വീതിയിൽ തന്നെ മടക്കി എടുക്കും. എന്നിട്ട് ഇവിടുന്ന് നമുക്കതൊന്ന് ആ വരയിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് അങ്ങോട്ടേക്ക് കൊടുക്കാം. ഇനി ബാക്ക് പീസൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇല്ലാത്തതായതുകൊണ്ട് നമുക്ക് താവ് വീതി കുറച്ച് കൂടുതലാണ്. താവ് നമുക്ക് ഈ സൈഡ് ഭാഗം 1 ഇഞ്ച് താവിനാക്കടി 1 ഇഞ്ച് കയറ്റിയിട്ട് ഒന്ന് ചെരിച്ച് മുറിക്കണം. അല്ലെങ്കിൽ നമ്മൾ സൈഡൊന്ന് തൂങ്ങി നിൽക്കും. ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫ്രണ്ട് പീസ് ലേസാണ്. ഒരു കഴുത്തിനും ബോഡിക്കും താവിനും. അപ്പോൾ ഒരെണ്ണത്തിന് വെക്കാൻ വേണ്ടിയിട്ട് 1.25 ലേസ് ഉണ്ടെങ്കിൽ ഒന്നിന് നമുക്ക് കൈക്കും കഴുത്തിനും അരഭാഗവും വെക്കാൻ പറ്റും. ലേസ് കട്ട് ചെയ്ത് വെക്കാം. അതും ഇതുപോലെ തന്നെ ഇതുപോലെ വെച്ച് തുണി എപ്പോഴും നമ്മൾ മടക്കി വെക്കുമ്പോൾ കറക്റ്റായിട്ട് വെക്കണം. 57ന് 59 വെച്ച് മാർക്ക് ചെയ്യും. ആ ടേബിൾ ചെറുതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. 59 വെച്ച് നമ്മളിവിടെ ഫ്രണ്ട് മുറിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. 2 ഇഞ്ച് തുന്നത്തുണി നിങ്ങൾ എത്രയാണോ ലെങ്ത്ത് അതിനേക്കാൾ 2 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുന്നത്തുണി അധികം വെക്കണം. അത് മറന്നു പോകാൻ പാടില്ല. പിന്നെ ലെങ്ത്ത് കുറഞ്ഞാൽ ഗൗണാണെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം താവിനെല്ലാം ജോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ബോറായിരിക്കും, വൃത്തികേടായിരിക്കും കാണാൻ. അതുകൊണ്ട് തുന്നത്തുണി നിങ്ങൾ വെക്കാൻ മറക്കാൻ പാടില്ല. കഴുത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫ്രണ്ട് 6 ഇഞ്ചിനൊക്കെ 6 ഇഞ്ച് നീളം കഴുത്തിൻ്റെ നീളം. വീതി വരുന്നത് 6 ഇഞ്ച് വീതി. 6 ഇഞ്ച് വീതിക്ക് 2.25. അതുപോലെ തന്നെ നമ്മൾ 6 ഇഞ്ചിൻ്റെ എടുത്തു 2.25 വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയറായി വരുന്നതിന് ശേഷം നമുക്ക് ഏതാണോ മോഡൽ വേണ്ട ആ മോഡലിലേക്ക് നമുക്ക് ശരിക്കും കൊടുക്കും. ഇതിപ്പോൾ വ്യൂ അല്ല റൗണ്ടും അല്ല, ആ ഒരു ലെവലിലുള്ള കഴുത്താണ്. ഞാൻ അടിച്ച വീഡിയോ ഇത് കാണിച്ചതിന് അടിച്ച തുണി അത് കണ്ടാൽ മനസ്സിലാവാൻ വെച്ചു. ഷോൾഡർ വരുന്നത് 4 4.5 കൂടെ നമുക്ക് 5 4.5 1/2 ഇഞ്ച് കൂടുതൽ വെച്ച് ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് ഷോൾഡർ ഒന്ന് ചെരിച്ച് കൊടുക്കണം. ഷോൾഡർ ചെരിച്ചിട്ടില്ലെങ്കിൽ അവിടെ നമുക്ക് ഒരു വൃത്തിയിൽ നിൽക്കില്ല. ശേഷം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 7.25 ഇതിങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൈക്കുഴി 7 വെച്ച് പറഞ്ഞ് ഷോൾഡർ ഇടാം. 4.5 വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നിച്ച് നമ്മൾ 7 ഇഞ്ച് നമുക്ക് ഈ പ്ലീറ്റ് ആ ഫ്രണ്ടിൽ വരുന്ന പ്ലീറ്റിന് വേണ്ടിയിട്ട് 2 പ്ലീറ്റാണ് വേണ്ടുന്നെങ്കിൽ ആ 2 പ്ലീറ്റിന് 7 ഇഞ്ച് നമുക്കത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. 7 ഇഞ്ച് കൂടുതൽ വെക്കണം. ഒരു പ്ലീറ്റ് മതിയെങ്കിൽ 3.5 ഇഞ്ച് മതി. ഇതിപ്പോൾ 2 പ്ലീറ്റ് വേണ്ടുന്നതുകൊണ്ട് ഈ ഷോൾഡർ കഴിഞ്ഞിട്ട് ഷോൾഡർ 4.5ക്ക് 5 വെച്ചില്ലേ അതിന് ശേഷം 7 ഇഞ്ച് കൂടുതൽ വെക്കണം.
7 ഇഞ്ച് കൂടുതൽ. അത് മൊത്തത്തിലല്ലേ, ആ ഷോൾഡർ നിങ്ങൾ കഴുത്തിൻ്റെ അടുത്ത് നിന്ന് 7 അല്ല 4.5 ഇഞ്ചിന് നമ്മൾ 5 വെച്ച് മാർക്ക് ചെയ്ത്, ആ മാർക്ക് ചെയ്തതിൻ്റെ അപ്പുറം ഒരു 7 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. അതാണ് നമുക്ക് പീറ്റിന് വേണ്ടുന്നത്. അത് ഇവിടുന്ന് നേരെ തന്നെ ആ ചെരിച്ച പോലെ തന്നെയാണ് പറഞ്ഞു. ഇവിടെ വരുന്നത് 15.25, മൊത്തത്തിൽ വരുന്നത് 15.25. അളവിൽ തന്നെ 15.25 തന്നെ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് കൈക്കുഴി വരാൻ വേണ്ടി വരണം കൊടുക്കുക. കാരണം പ്ലീറ്റ് വരുമ്പോൾ ഈ തുണി തേച്ച് അങ്ങോട്ടേക്ക് ചുരുങ്ങി നിൽക്കും. ഇവിടെ കൈക്കുഴി 7. ആ 7 ഇഞ്ചിന് നമ്മൾ ചെസ്റ്റ് വരുന്നത് 23. 23ന് 11.5 അല്ല, കാരണം 11.5ക്ക് 12 13 ഇവിടെ വെക്കേണ്ടത്. 13 ഒന്നിച്ച് 7 ഇഞ്ചും കൂടി കൂട്ടുക. കാരണം ഈ ഷോൾഡറിൻ്റെ അടുത്ത് വരുന്ന 7 ഇഞ്ച് നമ്മൾ ഇവിടെയും കൂടി അധികം വെച്ചാലേ നമുക്ക് ഈ അരഭാഗം വരെ കിട്ടും. അപ്പോൾ ആ 7 ഇഞ്ചും കൂടി ഇതിന് കൂട്ടുക. 11.5ക്ക് 12 13 പറയുന്നത്. ആ 13 7 20 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 23 വരുന്നത് അതിനേക്കാളും 1.5 ഇഞ്ച് തുന്നൽ വെക്കുക ഒരു ഭാഗം. അതിൻ്റെ ഒന്നിച്ച് 7 ഇഞ്ചും കൂടി പ്രസ് ചെയ്യുക. ആ അളവിലാണ് നമ്മളിവിടെ വെക്കേണ്ടത്. വേസ്റ്റ് വരുന്നത് 19. 19ന് 9.5. 9.5ക്ക് 10 11. 11ൻ്റെ ഒന്നിച്ച് 7 പ്ലസ് ചെയ്യുക. 11 7 18. അപ്പോൾ 18 ഈ വേസ്റ്റിൻ്റെ അടുത്ത് വെക്കേണ്ടത്. ഞാൻ പറയുന്ന അളവ് അവിടെ നമ്മൾ നേരെ നമ്മൾ കട്ട് ചെയ്ത് കിട്ടാം. ഇതിൻ്റെ ഷോൾഡർ അടിച്ചിട്ട് 7 ഇഞ്ച് അങ്ങോട്ടേക്ക് എന്തൊന്നും കട്ട് ചെയ്യാൻ മറക്കാൻ പാടില്ല. ഷോൾഡറിൻ്റെ അടുത്ത് നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. നമ്മൾ ആ വരുന്നത് പോലെ അതുപോലെ തന്നെ കൈക്കുഴി നമുക്കൊന്ന് കുഴിച്ച് നോക്കാം. ഞാൻ എല്ലാ ചുരിദാറിനായാലും ഏതിൽ ഗൗണിനായാലും എല്ലായിടത്തും നമ്മൾ ഈ തോൽക്കുഴി ഒന്ന് കുഴിച്ച് നോക്കാം. നമുക്ക് അവിടെയുള്ള പീറ്റ് അതിൻ്റെ അടുത്ത് അതിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് തന്നെ പീറ്റ് പറയും. കൈ അതുപോലെ കുഴിച്ച് നോക്കുക, ബോഡിയും അതുപോലെ കുഴിച്ച് ആ ഒരേ ലെവൽ. ആ 20 പറഞ്ഞില്ലേ, 20 വീതി വന്ന ആ ഒരേ ലെവലായിരിക്കും. 17 18 കൊണ്ടു. പക്ഷെ ഫ്രണ്ട് നമ്മൾ ചെസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ എത്രയാ തുണി വെക്കുന്നത് അതേ ലെവലിലായിരിക്കണം താഴെ വരെ വേണ്ടത്. അതിൽ കുറക്കാൻ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. കാണാൻ നമുക്കൊരു ബോറ് പോലെ ഉണ്ടാവും. അങ്ങനെ ഇങ്ങോട്ട് കാണിക്കും. ഇതുണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇതാ ഇവിടെ വരെയാണ് ഷോൾഡർ വന്നത്. ഇതിപ്പോൾ ഇതുപോലെ നമ്മൾ ഇവിടുന്ന് തുന്നൽ തുണി വെച്ച് 1 ഇഞ്ച് കഴിഞ്ഞാലാണ് നമ്മളിവിടെ ഈ 1 ഇഞ്ചിൻ്റെ അപ്പുറം ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ പ്ലീറ്റ് ഇടും. അതിനാ സ്റ്റിച്ച് ചെയ്ത വീഡിയോ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു. ഇതുപോലെ നമ്മൾ 2 പ്ലീറ്റ് ഇതുപോലെ നമ്മൾ പ്ലീറ്റ് എടുത്തിട്ടാൽ ഈ ഷോൾഡർ 4.5 5 കറക്റ്റ് ആക്കുക. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇവരെ ബോഡി നീളം ഇവിടെയാണ് ഇവർ അരഭാഗം വരെ ഷോൾഡർ മുതൽ അര വരെ വരുന്ന നീളം അത് ഇവർക്ക് 14.5ആണ്. അപ്പോൾ 14ക്ക് 15 വെച്ചിട്ട് നമുക്ക് ചോക്കോടൊന്ന് മരഞ്ഞ് വെച്ചാൽ നമുക്ക് അരഭാഗം അടിക്കുന്ന സമയത്ത് ഇത് വളഞ്ഞു പോകില്ല. നമുക്ക് ലേസ് വെക്കുമ്പോൾ ഇത് അടിക്കുമ്പോൾ
വളഞ്ഞു പോകില്ല. നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ ഒന്ന് വരഞ്ഞ് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലത്. ബാക്കും ഫ്രണ്ടും കഴിഞ്ഞ് അങ്ങനെ അവിടെ റെഡിയായിരിക്കുക. സ്കൂളിലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുക. നമ്മൾ ഫ്രണ്ട് ഭാഗവും കട്ട് ചെയ്ത് നമുക്ക് ഭാഗം കട്ട് ചെയ്യും. അങ്ങനെ വിട്ട് നമുക്കിതിൻ്റെ കൈ വരുന്നത് ചെയ്യാൻ വേണ്ടി 3.5 മീറ്റർ തുണിയാണ് വേണ്ടുന്നത്. ഒരു 10ാം ക്ലാസ് +1 +2 അല്ലോ, നല്ല ഉഷാറും നീളലുള്ള ആളാണെങ്കിൽ ഒരു 3.25 4 മീറ്ററിൻ്റെ ഉള്ളിലെ തുണി വേണ്ടു. പക്ഷെ തുണി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം 44-42 ഇഞ്ച് വീതിയുള്ള തുണി തന്നെ നിങ്ങൾ എടുക്കണം. 36 ഇഞ്ച് വീതി 35 ഇഞ്ച് വീതിൻ്റെ തുണി എടുത്താൽ നമുക്ക് ഇതുപോലെ ഗൗൺ അടിക്കാൻ ഒരുപാട് തുണി വേണ്ടി വരും. അത് മാത്രമല്ല ജോയിൻറ്റും വേണ്ടത് വരും. അപ്പോൾ നിങ്ങളെപ്പോഴും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവർക്ക് 21 കഴുത്ത്, 21.5 കഴുത്ത് വേണ്ടത്. 22.5 കൈ നീളം 21.5ക്ക് 22.5. അതിൻ്റെ താവാണ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ താഴെ വരുന്ന ഭാഗം മേലെ വരുന്ന ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കൈൻ്റെ ലൂസ് വരുന്നത് ബെൽ കൈ ആയതുകൊണ്ട് 16ആണ്. 16ന് ഒരു ഭാഗം 8, 8ന് ഒരു 9.5 തന്നെ വെക്കും. കാരണം ഉള്ളിലൊന്നും വേണമെങ്കിൽ ഇനി ലൂസ് ആക്കാനുള്ളത് 9 വെച്ച് ആടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് കൊടുക്കുക. 1/2 ഇഞ്ചിൽ ഈ കൈൻ്റെ താവ് ചെരിച്ച് കൊടുക്കുക. അതിന് ശേഷം കൈ നീളം നമുക്ക് 21.5ക്ക് 18.5. 18.5 നമ്മൾ ഈ ചെരിക്കുന്നതിൻ്റെ മുന്നിലാണ് 18.5 വേണ്ടുന്നത്. ചെരിക്കുന്നതിൻ്റെ ഇപ്പറാണെങ്കിൽ 17.5. അപ്പോൾ നമ്മൾ ചെരിച്ചല്ലോ, ഞാനവിടെ ചെരിച്ചിട്ടുണ്ട്. 1/2 ഇഞ്ചിലധികം ആ അളവാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ടോപ്പ് മുറിക്കുമ്പോൾ ഞാൻ വേണ്ടുന്നത് ഇതിനേക്കാളി ഒരു 3 ഇഞ്ച് കുറച്ചിട്ടായിരിക്കും. കൈക്കുഴി നമ്മൾ 7നാണെങ്കിൽ 7ന് 2.5 ഇഞ്ചിന് അധികം വെക്കണം. മെലിഞ്ഞാളാണെങ്കിൽ 2 ഇഞ്ച് അധികം വെച്ചാൽ മതി. 7ന് 9.5. ഇത് വെച്ചിട്ട് നമ്മൾ ഈ കൈക്കുഴീൻ്റെ ഈ കൈ നമ്മൾ ജോയിൻറ്റ് എത്തേണ്ടത്. നമുക്കപ്പോൾ അതിനേക്കാളി ഒരു 2.5 ഇഞ്ച്. കൈക്കുഴി ഇപ്പോൾ 7ആണെങ്കിൽ ഇതിപ്പോൾ 9.5. 6ആണെങ്കിൽ 8 മതി. മെലിഞ്ഞ ആൾക്കെല്ലാം പറഞ്ഞാൽ അധികം കൈയിൻ്റെ കുഴിയൊന്നും അധികം വരില്ല. പക്ഷെ തടിയുള്ള ആളാകുമ്പോൾ, കുറച്ച് ഉഷാറുള്ള ആളാകുമ്പോൾ നമ്മൾ കൈക്കുഴി 7ആണെങ്കിൽ ഒരു 9.5 തന്നെ എടുക്കുക. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ ബാക്കിയുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. പക്ഷെ എത്തിയില്ലേ നമുക്ക് പിന്നെ ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. ആ മാർക്ക് ചെയ്ത സ്ഥലത്തായിരിക്കണം ഈ 17.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഒന്ന് മേലേക്ക് ചെരിച്ച് കൊടുക്കുക. കൈൻ്റെ മുട്ട് വരുന്നിടത്ത് ഒരു 10, 10.5, 11 ആ ലെവലിലെ കൈൻ്റെ മുട്ട് വരാം. ആ സ്ഥലത്ത് നമുക്കൊന്ന് ആ അളവിനേക്കാൾ ഇപ്പോൾ ഇവിടെ വരുന്നത് 9.5ആണ്. അതിനേക്കാൾ ഒരു 8.5 വെച്ച് ഇവിടെ നമുക്കൊന്ന് ചെരിച്ച് കൊടുക്കും. ഒരുപാട് വേണ്ടവർക്കൊന്ന് മുട്ടിൻ്റെ അടുത്തൊന്ന് കുറച്ചൊന്ന് കൊടുക്കുക. കൈൻ്റെ താഴെയുള്ള ലൂസ് എത്രയാണ് വരുന്നത് അതിനേക്കാൾ 1 ഇഞ്ച് കുറച്ചിട്ട് ഈ മുട്ട് വരുന്നത് 10.5, 11ൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് ആ ഒന്ന് ലൂസ് നമുക്കൊന്ന് ആ മുട്ടിൻ്റെ അടുത്ത് അതേ ലൂസ് വേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യേണ്ട. ചില ആൾക്കാർക്ക് ഈ പർദ്ദ നിൽക്കുന്ന പോലെ ഒരേ ലൂസിൽ വരേണ്ടവർക്ക് ഇവിടെ ചിരിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് ഈ മുട്ടിൻ്റെ അടുത്ത് അത്ര തന്നെ ലൂസ് വേണ്ട, ഒന്ന് ഷേപ്പ് ചെയ്യണം എന്നുള്ള അങ്ങനെയാണ് അളവുള്ളത്. അതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവർക്ക് ഈ മുട്ടിൻ്റെ അടുത്തൊന്ന് ചിരിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഒന്ന് ചിരിച്ച് വളച്ച് ആ താവിലേക്ക് ഒന്ന് ലൂസാക്കി ഇതുപോലെ ഇതുപോലെ കൈ മുറിച്ചെടുത്ത് ഇനിയിപ്പോൾ നമുക്ക് ലൈനിങ് അല്ലേ ഇതുപോലെ തന്നെ ബാക്കിൻ്റെ വെച്ച് ബാക്ക് കഷ്ണം വെച്ചിട്ട് ബാക്കും ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഫ്രണ്ട് ലൈനിങ്ങും കൈ വെച്ചിട്ട് കൈയും. ആദ്യം ബാക്കും ഫ്രണ്ടും മുറിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കൈ മുറിക്കാൻ പാടുള്ളൂ. കാരണം കൈ ആദ്യം മുറിച്ചതിന് ചിലപ്പോൾ ലൈനിങ് തുണി കുറവായിരിക്കും. ചില ആൾക്കാർ ലൈനിങ് തുണി അത്ര മതി എന്ന് പറഞ്ഞ് കുറച്ച് വാങ്ങിക്കും. അപ്പം നമ്മൾ ആദ്യം ബാക്കും ഫ്രണ്ടിനും കണക്കാക്കി എടുക്കും. ഒരുപാട് എടുക്കണ്ട, മീറ്റർ അളന്ന് നോക്കുക. എന്നിട്ട് ഒരുപാട് എടുക്കാണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം.
അല്ലെ പിന്നെ എത്താണ്ട് വരും. ചില ആൾക്കാർ കൈക്ക് ലൈനിങ് വേണ്ടാന്ന് പറയും. അപ്പം പിന്നെ അങ്ങനെ ഇത് കുറച്ച് തട്ടിയുള്ള തുണിയായതുകൊണ്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിന് ലൈനിങ് മുറിച്ച് കഴിഞ്ഞ് ഇനി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിക്കാനില്ലല്ലോ, കാരണം അത് വെച്ചിട്ട് തന്നെയാണ് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഒരുപാട് ലെങ്ത്താണ് വീഡിയോ, അതുകൊണ്ടാണ് ലൈനിങ് കട്ട് ചെയ്യുന്നത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. കാരണം ഷോളിലോ നിങ്ങളുടെ അടുത്തുള്ള തുണി വെച്ചിട്ട് ആദ്യം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക, അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. എന്നിട്ട് നിങ്ങൾ നല്ല തുണിയിൽ ചെയ്താൽ മതി. ഇതുപോലെ അളവെടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴായാലും ചെയ്യാൻ പറ്റും. അല്ലാണ്ട് അളവ് നമ്മൾ വെച്ചിട്ട് ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ ഉള്ള മോഡലുകളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കുക, സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണാം, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരുന്നതാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അടുത്ത പാർട്ട് 2 ആക്കിയിട്ട് ഞാൻ വിടുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും.